നവീകരണത്തിനായി മാസങ്ങളായി അടച്ചിട്ടിരിക്കുന്ന കോഴിക്കോട് ടൗൺ ഹാൾ തുറന്നു നൽകാത്തതിനെതിരെ പ്രതിഷേധം ശക്തം. പ്രാദേശിക കലാപ്രതിഭകൾക്ക് ചുരുങ്ങിയ വാടകയിൽ പരിപാടികൾ അവതരിപ്പിക്കാനുള്ള വേദിയാണ് അടഞ്ഞുകിടക്കുന്നത്. സാഹിത്യത്തിനും കലയ്ക്കും പേരുകേട്ട നഗരമാണ് കോഴിക്കോട്. സ്ഥിരമായി നാടകത്തിനും സംഗീതത്തിനും കലയ്ക്കും വേദിയാകുന്നത് കോഴിക്കോട്ടെ ടൗൺ ഹാളാണ്. ചുരുങ്ങിയ ചെലവിൽ കലാകാരന്മാർക്ക് പരിപാടി അവതരിപ്പിക്കാനുള്ള ഇടമായ കോഴിക്കോട് കോർപ്പറേഷന് കീഴിലുള്ള ഈ ടൗൺ ഹാൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നവീകരണ പ്രവൃത്തിയുടെ ഭാഗമായി അടച്ചിട്ടിരിക്കുകയാണ്. നവീകരണ പ്രവൃത്തി പൂർത്തിയാക്കി ടൗൺ ഹാൾ തുറന്നു നൽകണമെന്നാവശ്യപ്പെട്ട് സാംസ്കാരിക പ്രവർത്തകർ രംഗത്തെത്തിയിരുന്നു. എന്നും ഒരു ഗാനമേളയോ അല്ലെങ്കിൽ ഒരു നാടകമോ അല്ലെങ്കിൽ ഒരു ചർച്ചയോ എന്തെങ്കിലുമായിട്ട് നമ്മളെ കോഴിക്കോട് ടൗൺ ഹാൾ എന്നും നിറസാന്നിധ്യമാണ്. അപ്പോൾ ആ ടൗൺ ഹാളിനെ ഒരു 4.5 മാസക്കാലമായിട്ട് അടച്ചിട്ടിട്ട് എപ്പോൾ തുറക്കും ഇപ്പോഴും കോർപ്പറേഷന് വ്യക്തമായിട്ടൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. കലാകാരന്മാരും സാഹിത്യകാരന്മാരും സാംസ്കാരിക പ്രവർത്തകരും എല്ലാം കൂടി ഒത്തുകൂടിക്കൊണ്ട് അതിനകത്ത് യാതൊരു കക്ഷി രാഷ്ട്രീയ സംഗതിയൊന്നുമില്ല. നമുക്ക് വേണ്ടത് ഈ ടൗൺ ഹാള് അതേമാതിരി തന്നെ ടാഗോർ ഹാളും ഒക്കെ ഇവിടുത്തെ അടഞ്ഞു കിടക്കുന്ന സാംസ്കാരിക കേന്ദ്രങ്ങളെല്ലാം തുറക്കുക, അത് കലാകാരന്മാർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ മിതമായ നിരക്കിലും കൊടുക്കുക, കലയെ പരിപോഷിപ്പിക്കുക, സാഹിത്യത്തെ പരിപോഷിക്കുക. അതിനാണല്ലോ ഇങ്ങനത്തെ സ്ഥാപനങ്ങളല്ല ഉള്ളത്. പൈതൃക ഘടന നിലനിർത്തി 30 ലക്ഷം രൂപയുടെ നവീകരണ പ്രവൃത്തിയാണ് നടപ്പാക്കുക. സ്റ്റേജിന്റെ തറ, കർട്ടൻ, കസേരകൾ എന്നിവയെല്ലാം മാറ്റും. ശൗചാലയത്തിന്റെ അറ്റകുറ്റപ്പണിയും പൂർത്തിയാക്കും. 4 വർഷം മുമ്പായിരുന്നു ഹാളിൽ അറ്റകുറ്റപ്പണികൾ നടത്തിയത്. 1891 ജനുവരി 12 ബ്രിട്ടീഷ് രാജ്ഞി വിക്ടോറിയയുടെ ഭരണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായാണ് ടൗൺ ഹാൾ ഉയർന്നത്. നവീകരണ പ്രവൃത്തി ഉടൻ പൂർത്തിയാക്കി ഹാൾ തുറന്നു നൽകിയില്ലെങ്കിൽ കലാ സാംസ്കാരിക പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ബഹുജന പ്രതിഷേധം നടത്താനാണ് തീരുമാനം. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.